സിപിഐഎം കേന്ദ്ര കമ്മിറ്റിയെ എതിർത്ത് സംസ്ഥാനങ്ങൾ, പട്ടികയെ എതിർത്ത് UP ഘടകം, വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്ര. റഹീസ് റഷീദുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. റഹീസ്, കൂടുതൽ വിവരങ്ങൾ. പാർട്ടി കോൺഗ്രസിൽ ചില അസാധാരണമായ സംഭവവികാസങ്ങൾ നടക്കുന്നു. ഔദ്യോഗിക പാനൽ മുന്നോട്ട് വെച്ച കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ കാര്യത്തിൽ രണ്ട് സംസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്ന് എതിർപ്പ് ഉയർന്നിരിക്കുകയാണ്. ഉത്തർപ്രദേശ് സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്രയാണ് എതിർപ്പ് ഉയർത്തിയ ഒരാൾ. മറ്റൊന്ന് മഹാരാഷ്ട്രയിൽ നിന്നുള്ള പ്രതിനിധിയും CC അംഗങ്ങളുടെ കാര്യത്തിൽ 84 അംഗ CC അംഗങ്ങളുടെ കാര്യത്തിൽ എതിർപ്പുയർത്തി. ആ രണ്ട് സംസ്ഥാനങ്ങൾക്കും വേണ്ടത്ര പ്രാതിനിധ്യം കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കിട്ടാത്തതാണ് എതിർപ്പുയർത്താൻ കാരണമെന്ന് മനസ്സിലാക്കുന്നു. വോട്ടെടുപ്പ് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരം ഒരു നീക്കങ്ങൾ അതൊരു അസാധാരണ നീക്കമായി തന്നെ കാണണം. കാരണം ഔദ്യോഗിക പാനൽ പോളിറ്റ് ബ്യൂറോ കൂടി തീരുമാനിച്ച് ആ പോളിറ്റ് ബ്യൂറോയിൽ വിശദമായി ചർച്ച ചെയ്ത് ഇന്നലെ ഏതാണ്ട് 2 മണിക്കൂറോളം പോളിറ്റ് ബ്യൂറോ യോഗം ചർച്ച ചെയ്താണ് പുതിയ നേതാക്കളുടെ കാര്യത്തിൽ തീരുമാനമെടുത്തത്. ആ പോളിറ്റ് ബ്യൂറോ ധാരണ കേന്ദ്ര കമ്മിറ്റിയുടെ മുമ്പിൽ വെച്ച് അവിടെയും വിശാലർത്ഥത്തിൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് അവസാനമായ ഒരു ലിസ്റ്റ് അപ്പോൾ CC തയ്യാറാക്കുന്നത്. ആ ലിസ്റ്റ് പാർട്ടി കോൺഗ്രസിൽ പാർട്ടി പ്രതിനിധികളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് ചെയ്യുക. സാധാരണഗതിയിൽ PBയും CCയും അംഗീകരിച്ചു വരുന്ന ഒരു ലിസ്റ്റിനെ അതേപടി പാർട്ടി കോൺഗ്രസ് പ്രതിനിധികൾ അംഗീകരിക്കുന്നതാണ് രീതി. ആ സമയത്താണ് UPയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും മഹാരാഷ്ട്ര UPയെ സംബന്ധിച്ച് കുറച്ചുകൂടി പാർട്ടിക്ക് സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ച് അശോക് ധാവളയുടെയൊക്കെ ഒരു PB അംഗമായ അശോക് ധാവളയുടെയും പുതുതായി വന്ന മറിയം ധാവളയുടെയും ഒക്കെ പ്രവർത്തന മണ്ഡലമായ ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് കൂടുതൽ ആളുകൾക്ക് പ്രാതിനിധ്യം കിട്ടിയില്ല എന്നതാണ് അവരുടെ പരാതി. വോട്ടെടുപ്പ് നടത്തണം എന്ന് അവർ ആവശ്യപ്പെട്ടതായാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. സ്വാഭാവികമായും 2 തരത്തിലുള്ള സാധ്യതയാണുള്ളത്. ഒന്ന്, അവരോട് മറ്റൊരു മീഡിയമായി ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട ആളുകളോട് അല്ലെങ്കിൽ എതിർപ്പ് ഉന്നയിച്ച ആളുകളോട് സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യുക എന്നതാണ് ഒരു രീതി. അതല്ലെങ്കിൽ വോട്ടെടുപ്പ് നടത്തേണ്ടി വരും. വോട്ടെടുപ്പ് എന്ന് പറയുമ്പോൾ മൃഗീയമായ ഭൂരിപക്ഷമുള്ള കേരളവും പശ്ചിമ ബംഗാളും ഒന്നും അല്ല എതിർപ്പ് ഉയർത്തിയതുകൊണ്ട് ശബ്ദ വോട്ടോടെയും മറ്റും അത് പാസ്സാക്കാനുള്ള ഒരു രീതി. ഈ 2 സാധ്യതകളാണുള്ളത്. ഇതിലേത് സാധ്യതകൾ പാർട്ടി കോൺഗ്രസ് അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പ്രസീഡിയം, പ്രത്യേകിച്ച് മണിക് സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള പ്രസീഡിയമാണ് എടുക്കുക എന്ന കാര്യത്തിൽ വ്യക്തമല്ല. സ്വാഭാവികമായും അവരോട് സംസാരിച്ച് അവരെ കൂടി കൺവിൻസ് ചെയ്ത് മുന്നോട്ട് പോകുക. ഒരു വോട്ടെടുപ്പിലേക്ക് ഒക്കെ പോയി എന്ന് പറയുമ്പോൾ പാർട്ടിയെ സംബന്ധിച്ച് അത് പാർട്ടിക്കകത്ത് വളരെ ശക്തമായ ചർച്ചകളും എതിർപ്പുകളും ഒക്കെ ഉയർന്നു എന്ന് പറയാമെങ്കിൽ പോലും അത് അത്ര ഗുണകരമായ ഒരു കാര്യമല്ല. കാരണം അടുത്തൊന്നും അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഏറ്റവും അവസാനം വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് ഇതിന് സമാനമായ ഒരു സംഭവം ഉണ്ടായത്. അത് പക്ഷേ CC അംഗങ്ങളുടെ കാര്യത്തില്ല. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് യെച്ചൂരി വേണോ SRP വേണോ എന്ന തർക്കം പശ്ചിമ ബംഗാളും കേരളവും തമ്മിൽ വന്ന സമയത്ത് പശ്ചിമ ബംഗാൾ യെച്ചൂരിയെ ഞങ്ങൾ മത്സരിപ്പിക്കുമെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ടായി. പക്ഷേ ആ യെച്ചൂരി മത്സരിക്കാൻ പോയപ്പോൾ SRP പിന്മാറുന്നതായിരുന്നു രീതി. അതുകൊണ്ട് തന്നെ ഈ എതിർപ്പുയർത്തിയ മഹാരാഷ്ട്രയെയും UPയെയും സംസാരിച്ച് കൺവിൻസ് ചെയ്ത് നിലവിൽ പ്രകാശ് കാരാട്ട് അവതരിപ്പിച്ച 84 അംഗ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റിക്ക് അംഗീകാരം നൽകാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ അതിലവർ വഴങ്ങിയില്ലെങ്കിൽ 2 സംസ്ഥാനം അല്ലെങ്കിൽ 2 പ്രതിനിധികളാണെങ്കിൽ പോലും അവർ എതിർപ്പ് ഉന്നയിച്ചാൽ അതിൽ പാർട്ടിയുടെ ഭരണഘടനാ പ്രകാരം വോട്ടെടുപ്പ് നടത്തേണ്ടി വരും. ശ്രുതി. റഹീസ്, അതായത് CCയിലേക്ക് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടത് 2 സംസ്ഥാനങ്ങളാണ്. സാധാരണഗതിയിൽ PBയും CCയും അംഗീകരിക്കുന്ന പട്ടിക അംഗീകരിക്കുകയാണ്, ഈ നിർദ്ദേശം അംഗീകരിക്കുകയാണ് ചെയ്യുന്ന ഒരു പൊതുവായ രീതി. പക്ഷേ അതിൽ നിന്ന് ഒരു അസാധാരണമായ നീക്കമായി ഇതിനെ വിലയിരുത്തണം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള ഒരു നീക്കങ്ങൾ അല്ലെങ്കിൽ നടപടികൾ എങ്ങനെയായിരിക്കും? സ്വാഭാവികമായും ശ്രുതി, എതിർപ്പുയർത്തിയ ആളുകൾ അവരുടെ എതിർപ്പിന് കാരണം ആ 2 സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് മതിയായ പ്രാതിനിധ്യം ഇല്ല എന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ എതിർപ്പ് തണുപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവർ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന പ്രശ്നം പരിഹരിക്കണം. പ്രശ്നം പരിഹരിക്കുക എന്ന് പറയുമ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടുതലായി ഉൾപ്പെടുത്തേണ്ടി വരും എന്നതാണ് ഒരു രീതി. പക്ഷേ ഔദ്യോഗികമായി പാർട്ടി
പാർട്ടി കോൺഗ്രസിൻ്റെ പോളിറ്റ് ബ്യൂറോ അല്ലെങ്കിൽ പാർട്ടി കോൺഗ്രസിനപ്പുറം CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ച അത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച ഒരു ഔദ്യോഗിക പാനലിന് എതിരെ 2 സംസ്ഥാനങ്ങൾ വന്നു എന്നതുകൊണ്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യം അതേപടി അംഗീകരിക്കാനുള്ള സാധ്യത തീരെ കാണുന്നില്ല. സ്വാഭാവികമായും അവർക്ക് മുന്നിൽ അവരുന്നയിക്കുന്ന ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഈ എതിർപ്പ് ഉന്നയിക്കുന്ന ആളുകൾക്ക് ആവശ്യപ്പെടാൻ പറ്റുന്ന പരമാവധി ഒരു രീതിയാണ് വോട്ടെടുപ്പ് നടത്തണം. ഇവിടുത്തെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളുടെ മുന്നിൽ ഞങ്ങൾക്കിങ്ങനെ ഒരു വിയോജിപ്പുണ്ട്, ആ വിയോജിപ്പിൽ എന്താണ് പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളുടെ അഭിപ്രായമെന്ന് അറിയണമെന്ന് അവർക്ക് ആവശ്യപ്പെടാം. അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർ രണ്ട് സംസ്ഥാനമോ 2 പേരോ എന്നതല്ല, അങ്ങനെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധികളിൽ ആരെങ്കിലും ഒരു വിരുദ്ധ അഭിപ്രായം ഉയർത്തുകയാണെങ്കിൽ അവരതിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ വോട്ടെടുപ്പിലേക്ക് പോകേണ്ടി വരും. ഇതല്ലാത്ത ഒരു രീതി മുതിർന്ന നേതാക്കൾക്ക്, പ്രത്യേകിച്ച് മണിക് സർക്കാരൊക്കെ പ്രസീഡിയം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യത്തിൽ മണിക് സർക്കാരിന് ഈ ആവശ്യം ഉന്നയിച്ച ആളുകളോട് സംസാരിക്കാം. പ്രത്യേകിച്ച് UP-യുടെ സെക്രട്ടറിയാണ് രവിശങ്കർ മിശ്ര. ആ രവിശങ്കർ മിശ്രയെ പോലുള്ള ഒരു മുതിർന്ന നേതാവ്, ആ പാർട്ടിയെ സംബന്ധിച്ച് UP-യുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഏറ്റവും മുതിർന്ന നേതാവായിരിക്കും. അദ്ദേഹത്തോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതാണ് മുമ്പിലുള്ള മറ്റൊരു വഴി. വ്യക്തമാണ്. CPIM കേന്ദ്ര കമ്മിറ്റി എതിർത്ത് സംസ്ഥാനങ്ങൾ, പട്ടികയെ എതിർത്ത് UP ഘടകവും വോട്ടെടുപ്പ് ആവശ്യപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി രവിശങ്കർ മിശ്ര രംഗത്തെത്തിയെന്നുള്ള വിവരമാണ് റഹീസ് റഷീദ് പങ്കുവച്ചത്.